ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് മുന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അടീനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിച്ചേക്കുന്നതെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കാർ പോർച്ചിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് നമുക്ക് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള അടീനിയം ചെടികളൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നമ്മൾ തൈകൾ പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കിളിർത്ത് നിൽക്കുകയാണ്. ഇപ്പം നമുക്കത് മാറ്റി നടാനുള്ളൊരു സാഹചര്യമല്ല. കാരണം മഴ നല്ല രീതിയിലുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോഴും നമുക്ക് ഈ മഴ സമയത്ത് നമുക്ക് പെട്ടെന്ന് മാറ്റി നടാനും പറ്റത്തില്ല. കാരണം വെള്ളത്തിൻ്റെ അങ്ങനെ വീഴുന്നത് കൊണ്ട് നമുക്ക് ചെടികളൊക്കെ അളിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. വെളിയിൽ ഇതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെച്ചിരുന്ന അഡീനിയം പ്ലാന്റ്സുകളാണ് ഇപ്പോൾ കാർപോർച്ചിലോട്ട് മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ നമ്മൾ മൺചട്ടിയിൽ നട്ടേക്കുന്നതാണ്. നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയിലൊക്കെ നട്ടേക്കുന്നതാണ് പെട്ടെന്ന് തന്നെ മാറ്റി വെച്ചത്. അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് ചട്ടിയിൽ നട്ടതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കാവുന്നതുമായിരുന്നു. അതുമാത്രമല്ല, താഴെ നമുക്ക് എല്ലാ ചെടികളും കൂടി ഇതുപോലെ മഴ നനയാതെ മാറ്റി വെക്കാനെ കൊണ്ടുള്ള ഒരു സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുറേ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ തന്നെ നിർത്തിയേക്കുന്നത്. ഇത് കൂടുതലും മദർ പ്ലാന്റുകളാണ്. മദർ പ്ലാന്റുകൾ അങ്ങനെ പെട്ടെന്ന് കേടുവരത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും ചെറിയ തൈകൾക്കാണ് പെട്ടെന്ന് നമ്മൾ മഴവെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കേടുപാടുകളൊക്കെ വന്ന് ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലായിട്ടുള്ളത്. നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റുകളാണ്. ഒരു 3-4 മഴയൊക്കെ പെയ്തപ്പോൾ തന്നെ ഇതിനകത്തെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം പൂക്കളുണ്ടായിരുന്നു. ചില ഭാഗത്തൊക്കെ നമുക്ക് വിത്തുകളുമായി കിട്ടിയിട്ടുണ്ട്. കഴിവതും എല്ലാവരും അഡീനിയം പ്ലാന്റ്സുകൾ ഇതുപോലെ മഴ പെയ്യുന്നിടത്ത് നിർത്താതെ കൂടുതലും മഴ പെയ്യാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ വീടിന് മുകളിലും കുറച്ച് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ പ്ലാന്റുകളും കുറച്ചൊക്കെ എടുത്ത് ഷെയ്ഡിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്ത് നേരിട്ട് മഴ നനയാത്ത രീതിയിലും എന്നാൽ ഷെയ്ഡിലെ സൈഡിലായതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ഉള്ള ചീതാനം അടിച്ചു കയറിയിട്ടുള്ള നനച്ചിലുണ്ടാവും. എന്നാലും നമുക്ക് സ്ഥല ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിങ്ങനെ ഷെയ്ഡിൻ്റെ താഴെയായിട്ട് കയറ്റി വെച്ചേക്കുകയാണ്. ഈ നട്ടേക്കുന്ന അഡീനിയം പ്ലാന്റ്സുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റി വെക്കാവുന്ന തരത്തിൽ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത തരത്തിലായിരുന്നു. കാരണം ചെറിയ കവറുകളിലൊക്കെ നമ്മൾ പല പരീക്ഷണങ്ങളിലൊക്കെ നട്ടേക്കുന്ന അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഭാരം കുറഞ്ഞ രീതിയിൽ നമ്മൾ വീടിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഇതുപോലെ പ്ലാന്റ്സുകളൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മാറ്റി വെക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ കാണുന്ന കവറുകളിലും ചെറിയ ചട്ടികളിലും ഒക്കെ പുതിയ തൈകൾ നടാനെ കൊണ്ട് മണ്ണൊരുക്കി വെച്ചേക്കുന്നതായിരുന്നു. എന്നാൽ കുറച്ചൊക്കെ ഭാഗത്ത് നമ്മൾ അഡീനിയം തൈകളുടെ വലിപ്പത്തിനനുസരിച്ച് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലായിട്ടായിരുന്നു നമ്മൾ ചെടികളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങളും എല്ലാവരും അഡീനിയം പ്ലാന്റുകളൊക്കെ ഉള്ളവർ ഇതുപോലെ മഴ നേരിട്ട് നനയാതെ ഏതെങ്കിലും ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് ചെടികളൊക്കെ സംരക്ഷിക്കേണ്ടതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക.